ഹലോ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫല്ല, മോർണിംഗ് ഇൻ മൈ ലൈഫാണ്. ഇങ്ങനെയാണ് എൻ്റെ പ്രഭാതങ്ങൾ. ഇപ്പോൾ രാവിലെ ഞാൻ ഉണർന്നു. ചേട്ടനും കുഞ്ഞും ഉറങ്ങുന്നേ ഉള്ളൂ. അവർ ഉണരുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഉണർന്നാലേ എനിക്ക് എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ മുടിയൊക്കെ മേലോട്ട് കെട്ടി വെച്ചിരിക്കുമായിരുന്നു. അതെല്ലാം അഴിച്ച് താഴോട്ടിട്ട് കെട്ടി മുഖത്തിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പല്ലൊക്കെ തേക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 2-3 വട്ടം ചെയ്യും. കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. കാരണം ഫ്രഷായിട്ട് മോർണിംഗ് തുടങ്ങണ്ടേ. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ പണ്ടൊന്നും ചെയ്യില്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ്സാണ് രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കിനും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ജനലുകളൊക്കെ അങ്ങ് തുറന്നിടും. നല്ല ഫ്രഷ് എയറൊക്കെ അകത്ത് കയറണമല്ലോ. അപ്പോൾ അതിനെല്ലാം തുറന്നൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ആ പച്ചപ്പും ഹരിതാപയൊക്കെ നല്ല ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ടൊക്കെ നിൽക്കും. അതൊക്കെ കണ്ടൊക്കെ നിന്നിട്ട് പിന്നെ മെയിൻ ഡോറ് തുറക്കും. മെയിൻ ഡോറ് തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ ജിമ്മിക്കുട്ടൻ വെളിയിൽ കാണും. അവനെ രാത്രിയിൽ അഴിച്ചു വിടുന്നതാണ്. ഇനി രാവിലെ ഞാൻ ചെന്നിട്ട് വേണം കയറ്റാൻ. വെറുതെ അവൻ കയറത്തില്ല. അവനെ ഒന്ന് ഇച്ചിരി കൊഞ്ചിക്കുകയൊക്കെ വേണം. ഇച്ചിരി ചോറിനൊക്കെ കൊടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്തിട്ട് കൂട്ടി കയറാൻ പറഞ്ഞാൽ ആശാൻ ഓടിപ്പോയി കൂട്ടി കയറിക്കോളും. അങ്ങനെ അവനെ കൂട്ടിലിട്ട് അടച്ചു. അങ്ങനെ അവനെ കൂട്ടിലൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ തൂത്തുവാരുവാണ്. അവൻ ആ തിണ്ണയിലൊക്കെ കയറി നിരങ്ങി അവിടെ നിറച്ച് അവൻ്റെ പൂടകളായിരിക്കും. രാവിലെ ഫസ്റ്റ് തിങ് ഞാൻ ഈ തൂത്തുവാരുവാണ് ചെയ്യുന്നത്. ഈ പൂടയെല്ലാം തൂത്തങ്ങ് കളയും. വേറുള്ള ചൂലൊക്കെ വെച്ച് തൂത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂലെ പറ്റിയിരിക്കുന്ന പൂട ബാക്കി റൂമിലും എല്ലാം ആവും. അപ്പോൾ അത് മിറ്റം തൂക്കുന്ന ചൂല് വെച്ച് തന്നെ അത് തൂക്കത്തുള്ളൂ. ഈ ഈർക്കിലി ചൂലാകുമ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ രാത്രി ചേട്ടൻ വന്നപ്പോൾ ലേറ്റ് ആയത് കാരണം ഒത്തിരി പാത്രങ്ങൾ കഴുകാൻ ബാക്കിയുണ്ട്. രാത്രി 12 മണിയൊക്കെ ആയി. പിന്നെ എനിക്ക് ഇനി പാത്രം കഴുകാനൊന്നും വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പം നോക്കിയപ്പോൾ കപ്പ ഇരിപ്പുണ്ട്. അപ്പോൾ കപ്പ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കുക്കറിലിട്ട് വെക്കുകയാണെങ്കിൽ കപ്പ കുഴയ്ക്കാം. അത് കുക്കറിലിരുന്ന് വിസിലടിക്കുന്ന സമയം കൊണ്ട് പാത്രമൊക്കെ നമുക്ക് പതുക്കെ കഴുകിയാൽ മതിയല്ലോ എന്നോർത്തിട്ട് പെട്ടെന്ന് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ 2 കപ്പേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കപ്പ കുഴച്ചതും മീൻ കൂട്ടാനും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കപ്പയെല്ലാം പെട്ടെന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം കപ്പ കുഴച്ചതാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ചീനി എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചീനി കുഴച്ചത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പൊതുവേ ഇവിടെ എല്ലാവരും ചീനിയോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ കപ്പ എന്നങ്ങ് വീഡിയോയിലും പറയുന്നതാണ്. ഞാൻ പൊതുവേ ചീനി കുഴച്ചതെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കൊത്തി അരിഞ്ഞ് കഴിഞ്ഞ് ഇത് 2-3 വട്ടം വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വിസിലടുപ്പിക്കണം. അപ്പോൾ നമ്മുടെ കപ്പ വേവും. ആ ടൈം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പും മീൻ കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ഒക്കെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് അടുപ്പയിലോട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ട് ഈ കപ്പയുടെ നമ്മൾ ഈ ക്ലീൻ ചെയ്തപ്പോൾ തൊലിയെല്ലാം അവിടെ കിടപ്പുണ്ട് മണ്ണും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കൈയോടെ കൊണ്ടങ്ങ് കളഞ്ഞു. അത് പിന്നെ അടുക്കളയിലിരുന്നാൽ പിന്നെയും വൃത്തികേടാം. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ പോയി നമുക്ക് പെൻഡിങ് ഇട്ടിരുന്ന ആ പാത്രം കഴുകുന്ന ജോലികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന്. അങ്ങനെ പാത്രമൊക്കെ പെട്ടെന്ന് കഴുകുവാണ്. അപ്പോഴത്തേക്കിനും കുഞ്ഞ് ഉണർന്നിട്ടില്ല ഇതുവരെ. അവൻ ഉണരുന്നതിന് മുമ്പ് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഉണർന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം അവനുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പാത്രമെല്ലാം ഞാൻ അവിടെ ഇരുന്ന് കഴുകി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ മീൻ വെട്ടാൻ പോകുന്നതിന് മുമ്പായിട്ട് തേങ്ങ അങ്ങ് തിരുമാം. തേങ്ങ എടുത്ത് വെക്കുവാണെങ്കിൽ അരപ്പിനുള്ള തേങ്ങയാവും. കപ്പയ്ക്ക് പിന്നെ മീൻ കൂട്ടാനും തേങ്ങ അരച്ച് മാങ്ങ ഇട്ടാണ് വെക്കുന്നത്. അതിൻ്റെ വീഡിയോസും ക്ലിപ്സും ഒന്നും ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം മീൻ കൂട്ടാൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കൈയോടെ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങാവെള്ളം ഞാൻ അവിടെ തന്നെ നിന്ന് അങ്ങ് കുടിച്ചു. കുഞ്ഞ് ഉണർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് കൊടുത്തേനെ. വീട്ടിലായിരുന്നപ്പോൾ അമ്മ ഇതുപോലെ എപ്പോൾ തേങ്ങ പൊട്ടിച്ചാലും അതിൻ്റെ വെള്ളം എനിക്ക് തരും. അതെന്തോ എനിക്കുള്ള എന്തോ ഒരു സാധനമാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനും ഞാനത് ശീലിപ്പിച്ചിട്ടുണ്ട്. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ ഉടനെ അവൻ ഓടി അടുക്കളയിൽ വരും. അപ്പോൾ അങ്ങനെ എൻ്റെ മീൻ കൂട്ടാനെല്ലാം നന്നായിട്ട് തിളച്ചു. അപ്പോൾ കപ്പയും മീനും കൂടി
ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കപ്പയും മീനും. അപ്പോൾ കപ്പയുടെ വീഡിയോയും മീനിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. ടാറ്റാ.